ഹലോ! ഒരു ദിവസത്തേനൊന്ന് എഡിൻബറ പോയി വന്ന്. ഇവിടെ നമുക്ക് ആനുവൽ ലീവ് എല്ലാം മാർച്ചിന് മുന്നേ എടുത്ത് തീർക്കണം. പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്ലാനും ഇടാത്ത ഒരു ഡേ ട്രിപ്പ്. ബെൽഫാസ്റ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും രാവിലത്തെ ഈസി ജെറ്റ് എടുത്ത്. ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആണെങ്കിൽ പൈസ കുറവാണല്ലോ. എയർപോർട്ടിൽ നിന്നും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച്. കയറിയപ്പോൾ കണ്ട കാഴ്ചയാണ് ദേ ഈ കാണുന്നത്. എന്ത് കൃത്യമായിട്ടാണല്ലേ സെർവ് ചെയ്യുന്നത്. അങ്ങനെ എഡിൻബറ എത്തി. വിചാരിച്ചതിനേക്കാളും നല്ല ബെറ്റർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ നമുക്ക് ട്രാംസിൻ്റെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. ഈ ഡേ ടിക്കറ്റ് വെച്ച് നമുക്ക് സിറ്റി ഫുൾ കറങ്ങാൻ പറ്റും. ഈവൻ ബസ്സിലും കയറാൻ പറ്റും. ഭയങ്കര ഹാസിൽ ഫ്രീ ആയിട്ട് തോന്നി. അങ്ങനെ ട്രാമിൽ കയറി കാഴ്ചയെല്ലാം കണ്ടിരുന്നപ്പോഴാണ് എന്നാൽ പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണ് ന്യൂ ഹെവൻ. അവിടെ നിന്ന് പിന്നെ തിരിച്ചുള്ള ട്രാമിൽ കയറി പ്രിൻസസ് സ്ട്രീറ്റിൽ ഇറങ്ങി. ഇവിടാണ് കുറേ കാര്യങ്ങൾ കാണാനുള്ളത്. ഇവിടെ കുറേ വലിയ വലിയ സ്കോട്ട് ബിൽഡിങ്സും ഓരോ മഹാന്മാരുടെ സ്റ്റാറ്റ്യൂസൊക്കെ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഒരു ഗൈഡഡ് ടൂർ ഇല്ലാതെ നമുക്കിത് എന്താ ഏതാന്നൊന്നും മനസ്സിലാവത്തില്ല. അങ്ങനെ അവിടെ കൂടെ ഒക്കെ ഒന്ന് നടന്ന് എഡിൻബറ കാസിൽ കാണാൻ പോയി. ഒരു വലിയ മലയുടെ മുകളിൽ ഒരു പാട്ട പണ്ടാരം കെട്ടിടം. ഇതിനകത്ത് കുറേ കാണാനുണ്ട്. എഡിൻബറയുടെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ തന്നെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അടുത്തത് പോയത് ക്യാമറ ഒബ്സ്കുർ ആൻഡ് വേൾഡ് ഓഫ് ഇല്യൂഷനിലാണ്. ഇതൊരു ഫുള്ളി ഫൺ എൻ്റർടൈൻമെൻറ്റ് പ്ലേസ് ആണ്. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നാൽ ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വൈകിട്ടായി. ഒന്നുകൂടെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് എയർപോർട്ടിലേക്കുള്ള ട്രാം കയറി. ആ കാസിൽ ആ സന്ധ്യാ വെളിച്ചത്തിൽ ആ മലയുടെ മുകളിൽ തിളങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഗാംഭീര്യം ഉണ്ടല്ലേ. അങ്ങനെ നാളെ വീണ്ടും പണിക്ക് പോകണമല്ലോ എന്നോർത്തുകൊണ്ട് തിരിച്ച് ബെൽഫാസ്റ്റിലേക്ക്. ബായ്.